ഏകദേശം ഇപ്പോൾ ഒരു 60% മാറ്റമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കീമോ കഴിഞ്ഞപ്പോൾ ഒരു ബോഡി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു 95% കുറവുണ്ടായിരുന്നു. സി ടി സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടുത്തെ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി, നല്ല മാറ്റം കാണുന്നുണ്ട്. ഒരു വിധത്തിലുള്ള അസുഖം ഉണ്ടാവില്ല, മാത്രമല്ല നല്ല വിശപ്പും ഉണ്ടാവും. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. ഫസ്റ്റ് ഡേ മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ഇവിടേക്ക് വരുന്നത്. ഇദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. ഒരുപാട് ഇംഗ്ലീഷ് മെഡിസിൻ ഒക്കെ സാറ് യൂസ് ചെയ്തിരുന്നു. പുറത്തു നിന്നുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു. അതിനുശേഷം 4 years കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്ന് മരുന്ന് കഴിക്കുന്നത്. മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ക്യാൻസർ എന്തായിരുന്നെന്നും ക്യാൻസർ സംബന്ധമായി വന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും പുനർജൻ ആയുർവേദ മരുന്ന് കഴിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയും നമുക്ക് പേഷ്യന്റിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സാർ നമസ്കാരം. സാറിന്റെ പേര്? നമസ്കാരം, എന്റെ പേര് സത്യനാരായണൻ. എവിടെ നിന്നാണ് വരുന്നത് സാർ? കുത്ബുലാപൂറിനടുത്തുള്ള സൂറാതരത്തിൽ നിന്നാണ്. ഓക്കെ. സാറിന് എത്ര വയസ്സായി? 63. 63 അല്ലേ? ഓക്കെ. ഓൾറെഡി സാർ പറഞ്ഞിരുന്നല്ലോ ഇത് പിന്നെയും വന്നിരുന്നെന്ന്. ഓക്കെ സാർ, ആദ്യം മുതലൊന്ന് പറയാമോ ഇതിന്റെ പ്രോബ്ലംസിനെ പറ്റി? തുടക്കത്തിൽ വന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തുടക്കത്തിൽ എനിക്ക് വീക്കായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. പോയപ്പോൾ തന്നെ ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റൊമക്കിൽ ഹാർട്ടിനകത്ത് ഒരു മുഴ പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നെന്നാണ് അവർ പറഞ്ഞത്. സോ അപ്പം ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നതുകൊണ്ട് ജയിനിൽ പോയി. ജയിനിൽ പോയതിന് ശേഷം ഒരു 3-4 വർഷം ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ടെസ്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം നിങ്ങൾക്ക് 60% കുറവാണെന്ന് പറഞ്ഞു. കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സിനെ കണ്ടു. നിങ്ങൾ മെഡിസിൻ കഴിച്ചിട്ട് കാര്യമില്ല, കീമോ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞു. എന്നാൽ പിന്നെ കുഴപ്പമില്ല, കീമോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് 8 കീമോ വരെ ചെയ്തു. അങ്ങനെയാണ് കീമോ തുടങ്ങാൻ കാരണമായി മാറിയത്. കീമോ ചെയ്തതിന് ശേഷം ബോഡി ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കി. 95% മാറ്റമുണ്ടെന്ന് പറഞ്ഞു. 5% എല്ലാവർക്കും ഉണ്ടാകുമെന്നും പറഞ്ഞു. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വരാനും പറഞ്ഞു. അതിനുശേഷം ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ റിട്ടയർഡുമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹെർണിയുടെ അസുഖം വന്നു. ഈ ഹെർണിയുടെ ഇവിടെ ആയിട്ടാ വന്നത്. അത് കഴിഞ്ഞപ്പോൾ ഹെർണി ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തപ്പോൾ എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്യാൻസറിന്റെ അസുഖം ഇല്ല എന്ന് ഡോക്ടർമാരും പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അതിനും ഇതിനൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഈ രോഗം ഉണ്ടെന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. നോ പ്രോബ്ലം, അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നും പറഞ്ഞു. അത് തുടക്കത്തിൽ തന്നെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു 4 മാസത്തിന് ശേഷം ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരു 3-4 മാസം മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം ബ്രെയിനും ഒന്ന് ചെക്ക് ചെയ്തു. ബ്രെയിനിൽ ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. CT സ്കാൻ ചെയ്ത് നോക്കി. CT സ്കാൻ ചെയ്തപ്പോഴാണ് ഇവിടെ ഒരു മുഴയുണ്ടെന്ന് മനസ്സിലായത് തന്നെ. ഈ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിൽ വന്ന് പരസ്യം കണ്ടായിരുന്നു. 2 വർഷമായിട്ട് ഇതിനെപ്പറ്റി നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഒന്ന് വന്ന് നോക്കാം, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ എത്തി, ഇവിടെ വന്നതിന് ശേഷം അഡ്വൈസൊക്കെ തന്നു. ആഹാരത്തെക്കുറിച്ചും ഈ മരുന്നിനെ കുറിച്ചും ഒക്കെ നല്ല മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം വരുന്നത്. ഈ മരുന്ന് കഴിച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട്, നല്ല മാറ്റമുണ്ട്. ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നില്ല ഈ മരുന്ന് കഴിച്ചിട്ട്. ഇപ്പൊ നമുക്ക് നല്ല വിശപ്പ് തോന്നുന്നു. ഭക്ഷണം കഴിക്കാനൊക്കെ തോന്നിയിരുന്നല്ലേ? എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുമ്പൊക്കെ ആയിരുന്നു എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. സാർ, ഏതെങ്കിലും രീതിയിലുള്ള ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ പാരമ്പര്യമായിട്ട് ക്യാൻസർ സംബന്ധിച്ച്? അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മയ്ക്കുണ്ടായിരുന്നല്ലേ? അമ്മയ്ക്ക് ജനറ്റിക് ആയിട്ട് വന്നാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും? ഞാൻ ജനിച്ചതിന് ശേഷമാണ്. ഒരു 15 വർഷത്തിന് മുമ്പ് ബ്ലാഡറിലാണ് ക്യാൻസർ വന്നത്. പുനർജൻ ആയുർവേദ മെഡിസിൻ കഴിച്ചിട്ട് സാറിന് നല്ല മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഈ മരുന്ന് കഴിച്ചതുകൊണ്ട് സാറിന് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലല്ലേ? സാർ ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ. ഡോക്ടർ പറഞ്ഞ കോഴ്സ് സാർ കംപ്ലീറ്റ് ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നല്ല റിസൾട്ടോട് കൂടി നമുക്ക് കാണാം സാർ. ഓക്കെ, താങ്ക് യു.